എല്ലാവർക്കും നമസ്കാരം. കൺസേൺ ടു കൺവിക്ഷൻ്റെ ഡേ 16. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പവർ ഓഫ് ഡിസിപ്ലിനെ ഒന്നുകൂടെ ഇന്നർ ലെയേഴ്സിൽ ആ ഡിസിപ്ലിൻ എന്തുകൊണ്ട് നമ്മൾ നേടണം, അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇന്നലെ ഷെയർ ചെയ്യാനുണ്ടായി. കാരണം നമ്മൾ കഴിച്ച പാത്രം കഴുകി വയ്ക്കുന്നത് പോലെയുള്ള ചെറിയ കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ. അപ്പോൾ ഹൗ വി പ്രിപ്പയർ അവർ സെൽഫ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഡിസിപ്ലിൻ്റെ പവർ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ ആ കുഞ്ഞു കാര്യമാണെങ്കിലും, കാരണം ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് സ്മോൾ സ്റ്റെപ്സ്, കൺസിസ്റ്റൻസി ചേഞ്ചസ് വാട്ട് ഇൻറ്റൻസിറ്റി കനോട്ട്, ഗ്രോത്ത് റെസ്പെക്ട്സ് പേഷ്യൻസ് എന്നുള്ളത്. അപ്പോൾ ക്ഷമയോടുകൂടി നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുക എന്ന് പറയണതിൽ ഒരുപാടധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പവർ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മീനിങ് ഓഫ് ലൈഫ് ഇസ് ടു ഫൈൻഡ് യുവർ ഗിഫ്റ്റ്, ദ പർപ്പസ് ഓഫ് ലൈഫ് ഇസ് ടു ഗിവ് ഇറ്റ് എവേ. പാബ്ലോ പിക്കാസോയുടെ ഒരു കോട്ടാണ്. കാരണം നമ്മൾ എന്തൊരു കാര്യവും ഡിസിപ്ലിനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു നോ, ഞാൻ എന്തിനാണ് ഇത് ചെയ്യണേ എന്നുള്ളതിൻ്റെ ഒരു വൈ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ. വേറൊരാളത് പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മളത് ചെയ്യാൻ പോകുന്നില്ല. പ്രചോദനം ഇപ്പം നിങ്ങളിലേക്ക് ഈ 5 P's ഫോർ പീസ് ആൻഡ് ദ 4 ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി, സ്മോൾ സ്റ്റെപ്പുള്ള കാര്യമാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ദിവസവും 4 പേജ് വായിക്കുകയും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയും 4 ഇൻസൈറ്റ്, നമ്മുടെ നീഡും ഇൻട്രസ്റ്റും കൺസേണും ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള ഇൻസൈറ്റ്സ് കേൾക്കുകയും അത് നോട്ട് ചെയ്ത് വെച്ച് നമ്മൾ 4 പേരോടത് പറയുകയും ചെയ്യുക എന്ന് പറയുന്നൊരു ചെറിയൊരു കാര്യമാണ്. അത് കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാനുള്ള ഡിസിപ്ലിൻ, ഇഫ് വി ആർ ഏബിൾ ടു ഡു, ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് നമ്മളിലേക്ക് വന്ന് ചേരുന്ന ഒരു കാര്യമാണ്. ഇത്രയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഒരു ഡിസിപ്ലിനോട് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണോ? നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ 4 കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിൽ ഞാൻ വരുന്നു? കാറ്റഗറി 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. എന്നിട്ട് വി നീഡ് ടു ട്രസ്റ്റ് ദ പ്രോസസ്സ്. ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ലേണിങ്ങിന് 4 സ്റ്റേജസ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ഇൻകോമ്പീറ്റൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഞാനത് ചെയ്യണം, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു കാറ്റത്തട്ട് കിളിയെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. പഠിക്കണേൻ്റെ ഇമ്പോർട്ടൻസും ഞാൻ അവെയറല്ല, എനിക്ക് പഠിക്കാനുള്ള കഴിവുമില്ല. അതൊരു അക്കാഡമിക്സ് പഠിക്കുന്നതാണെങ്കിലും, ഒരു നീന്താൻ പഠിക്കുന്നതാണെങ്കിലും, ഒരു ഡാൻസ് പഠിക്കാനാണെങ്കിലും, അതെ, എല്ലാം നമ്മൾ ഈ 4 സ്റ്റേജസ് ഓഫ് ലേണിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യത്തെ സ്റ്റേജ് അൺകോൺഷ്യസ് ഇൻകോമ്പീറ്റൻസ് ആണ്. രണ്ടാമത്തത് കോൺഷ്യസ് ആണ്. എനിക്കത് പഠിക്കണം എന്നുള്ളൊരു ഡിസയർ അവിടെ തുടങ്ങി, അവെയറായി, പക്ഷേ എനിക്കത് എങ്ങനെ ചെയ്യണമെന്നറിയില്ല. ഐ എം ഇൻകോമ്പീറ്റൻറ്റ്. കാരണം എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ക്ലാസ്സിൽ അന്നനാൾ എടുക്കുന്നത് അന്നനാൾ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഐ ആം ഇൻകോമ്പീറ്റൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോൺഷ്യസ് കോമ്പീറ്റൻസ് എന്ന് പറയുന്ന 3ാമത്തെ സ്റ്റേജ് ഓഫ് ലേണിങ്ങിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു പുട്ട് കൺസിസ്റ്റൻറ്റ് എഫേർട്ട്. അങ്ങനെ കോൺഷ്യസ് ആയിട്ട് എനിക്ക് കോമ്പീറ്റൻ്റ് ആവണം എന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഡിസയറുള്ള നമ്മൾ ഓരോരുത്തരും എന്തിനാണോ നമുക്ക് കോമ്പീറ്റൻസി വേണ്ടത് അതിൽ നമ്മുടെ ഫോക്കസും എനർജിയും നമുക്ക് ഡിസിപ്ലിനോട് കൂടി ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കണം. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേജിലെത്തും? അൺകോൺഷ്യസ് കോമ്പീറ്റൻസിലെത്തും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെക്കൻഡ് നേച്ചറായിട്ട് മാറും.
നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചു അല്ലേ, ബിൽഡിങ് ന്യൂ ഹാബിറ്റ് എന്നുള്ളത്. ആ ഒരു ഹാബിറ്റ് നമ്മളിലേക്ക് ഡെവലപ്പ് ചെയ്യുക. ഹാബിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നും ചിന്തിക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഡിഫോൾട്ട് മോഡിൽ വരുന്നതിനാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് അൺകോൺഷ്യസ് കോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് നേച്ചറാക്കി മാറ്റണം. നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ക്ലാസ്സിലെടുത്തത് ഏതൊക്കെ ടോപ്പിക്സ് ആയിക്കോട്ടെ അന്ന് തന്നെ നമ്മളത് വന്ന് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യും. പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൺഫ്യൂഷൻസ് ഉള്ളത് ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കാണുന്ന സ്ഥലത്ത് നമുക്ക് ഒട്ടിക്കാം. അങ്ങനെ പലവിധ മെത്തേഡ്സ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് വായിച്ച് നമ്മൾക്ക് മനസ്സിലായത് നമ്മൾ മറ്റൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും അത് കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ വി ഓൺലി നീഡ് 3 ഹോബീസ് എന്നാണ് പറയണത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ വൺ ദാറ്റ് മേക്സ് യു സ്മാർട്ട്, one that makes you wealthy, and one that makes you fit. Definitely we can promise you that ഈ 4 human skills read, write, listen and speak എന്ന് പറയുന്ന 4 കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്താൽ ഡെഫിനറ്റ്ലി this will bring you growth. With that note, thank you.